വയലൻസ് ഒന്നും അടി എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പലയിടത്തും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികൾ അങ്ങനെ സിനിമ കണ്ടിട്ട് അതിലെ ഹീറോയിസം വീട്ടിൽ കാണിക്കാനും സ്കൂളിൽ കാണിക്കാനും നോക്കുന്നു. അങ്ങനെ ഒരു വാർത്തകൾ ശ്രദ്ധിച്ചിരുന്നു ആ സമയത്ത്, ചർച്ചകളൊക്കെ? ഇല്ല, നമുക്കിപ്പം കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു ആരോപിക്കാനോ ഉള്ള എളുപ്പ മാർഗമായിട്ട് നമ്മൾ അത് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. സിനിമ തീർച്ചയായിട്ടും അങ്ങനെ വെക്കുന്നേ ഉള്ളൂ. എന്നാ പിന്നെ സിനിമയിൽ നായകന്മാരെല്ലാം നല്ലതല്ലേ ചെയ്യുന്നത്, തിന്മയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കില്ല. എന്നാ പിന്നെ എല്ലാരും എന്താ അങ്ങനെ ആവാത്തെ? ഇത് മാത്രം വരുന്നുണ്ട്, അത് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിഷ്വൽ നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് സത്യമാണ്. അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പം വളരെ കൊതിയൂർന്ന തരത്തിൽ നമുക്കുള്ള ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ വിഷ്വലും ഈ പാചകം ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കാണുമ്പോൾ അറിയാം നമുക്ക് അകത്തുള്ളൊരു വിശപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ക്രേവിങ് വരും. അപ്പം വിഷ്വൽ നമ്മളെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. അപ്പം ഇന്നിപ്പം നമ്മൾ ഒരു പത്രം എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഫ്രണ്ട് പേജിലെ വാർത്ത വായിക്കുമ്പോൾ രാവിലെ ഇളയരാജ സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു വിമാനയാത്രക്കിടയിൽ എന്തോ ഒരു ന്യൂസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു സാറിൻ്റെ. സാർ ആ ന്യൂസ് കണ്ടു, ഞാൻ വായിക്കാറില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു 10-20 വർഷത്തിന് മുമ്പ് പറഞ്ഞത് എൻ്റെ അടുത്ത് 30 വർഷത്തിലധികമായി ഞാൻ പേപ്പർ വായിച്ചിട്ടെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട്. ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും പറ്റി, എന്താ ഉള്ളത് പോസിറ്റീവായിട്ട് അതിനകത്ത് കേൾക്കാൻ? ഫ്രണ്ട് പേജിൽ ഏറ്റവും ദുരന്തങ്ങളല്ലേ എഴുതത്തുള്ളൂ. രാവിലെ എണീറ്റ് വന്ന് നമ്മളിപ്പം ഏത് മതസ്ഥരായാലും രാവിലെ ഈശ്വര ഇന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ എന്നൊരു മനസ്സിൽ ചിന്തയോടുകൂടി ആയിരിക്കുമല്ലോ എണീക്കുന്നത്. എണീറ്റ് വന്ന് ആദ്യം പത്രം തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ക്രൂരമായ കാര്യങ്ങളായി കാണുന്നത്. അപ്പം മനസ്സിനകത്തൊരു നെഗറ്റീവ് അങ്ങോട്ട് കയറുകയാണ്. ഇതൊരു കാഴ്ചയല്ലേ, ഇതങ്ങനെ തന്നെ എൻ്റെ മനസ്സിലേക്ക് പകർത്തുകയാണ് ഞാൻ. അവിടുന്ന് എനിക്കിങ്ങനെ നല്ല സംഗീതം ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ മനസ്സിൽ എവിടെയോ ആ ദുഃഖത്തിൻ്റെ ഇത് കിടക്കും. അപ്പം ഞാനത് അവഗണന മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. എനിക്കൊന്നും അതിനെതിരെ ഒന്നും ചെയ്യാനില്ല. ഈ വാർത്തക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പേരെ വെടിവെച്ച് കൊന്നു, അയ്യോ ഇത് പോയി വെടിവെച്ച് കൊന്നവരെ പോയി തിരിച്ച് വെടിവെക്കാനുള്ള കഴിവുണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ വാർത്ത ഞാൻ വായിക്കാതിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു എന്നോട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കാഴ്ചകൾ നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്ന ചെയ്തികളും നമ്മളെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും ഉണ്ടല്ലോ സിനിമയിൽ. സിനിമയുണ്ടായ കാലം മുതൽ നായകൻ എന്ന് പറയുന്നവൻ തിന്മയ്ക്കെതിരെ പോരാടണം എന്ന് വിചാരിക്കുന്നവനാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ, ഒരു സ്ത്രീയെ പോലും വേദനിപ്പിക്കരുത്, അമ്മ എന്ന് പറയുന്നത് ലോകത്തെ പരമമായ സത്യമാണ്, എല്ലാം പാലിക്കപ്പെടണ്ടേ. അപ്പോൾ പക്ഷെ നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് ആരോപിക്കാൻ എളുപ്പം സിനിമയാണ്. കാരണം വളരെ കളർഫുള്ളായിട്ടും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടും വളരെ പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് കുറ്റപ്പെടുത്താൻ എളുപ്പം സിനിമയാണ്. ഈ ജഗദമ്മയുടെ ട്രെയിലറിൽ ഒരു ഫോട്ടോഷൂട്ടിന്റെ ഒരു തുടക്കം ഉണ്ടല്ലോ, ഒരു വിഷ്വല് അങ്ങനെ ചിരിക്കും ഇങ്ങനെ ചിരിക്കും എന്ന് പറയുന്നത്. അതുപോലത്തെ സമാനമായിട്ടുള്ള മഹേഷ് പ്രതികാരത്തിലും അങ്ങനെ ഒരുപാട് ഇതിൽ അതേപോലത്തെ സമാനമായിട്ടുള്ള വിഷ്വൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടി രസമുണ്ട്. ആ ഫോട്ടോഗ്രാഫർ ആരാന്ന് എനിക്കറിയില്ല, അങ്ങനെ കൊടുക്കുന്ന വോയിസ് അവർക്ക് ചിരിക്കാനാണ് പറഞ്ഞത്, ചെരിയാനല്ല പറഞ്ഞത്, ചിരിക്കാനല്ല. ആ സീൻ എങ്ങനെ, എന്താ ശരിക്കും എന്തിനാണോ ശരിക്കും ആ സീൻ? അല്ല, അത് ഞങ്ങൾ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത് തീർച്ചയായിട്ടും ഡയറക്ടറുടെ തന്നെ കോൺട്രിബ്യൂഷനാണ്. ചില സ്ഥലങ്ങളിൽ ഈ എന്താ പറയുന്നത്, അഭിനയിക്കാൻ ഒരുപാട് നല്ല സമ്പത്തുള്ളവർക്കും അഭിനയിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്ക് അറിയത്തില്ല, അഭിനയിക്കാൻ അറിയത്തില്ല. പരാജയമായിരിക്കും അഭിനയത്തിൽ പരാജയമല്ല, അവരുടെ എല്ലാം അഭിനയമുണ്ട്. പക്ഷെ അവർക്ക് അതിന്റെ മീറ്റർ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ക്യാമറ കൊണ്ട് ഇപ്പം ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശി അവര് പ്രൊഫഷണലാണ്. ഞാനന്നേ തരി പറക്കും. പിന്നെ മറ്റേ ഇന്നസെന്റ് ഏട്ടൻ ചെയ്ത് കണ്ടില്ലേ, അരി പറക്കി അന്ന് പറയുന്നത് പോലെ ഇവർ നല്ല കോമഡി അത് കാണാൻ. ക്യാമറമാൻ ഡയറക്ടർ പറയും ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടോ ഒന്ന് സൈഡൊക്കെ, അത് നമ്മളതിലൊക്കെ കോമഡി കണ്ടെത്തുന്നു. ഇതൊരു വലിയ സംഭവമല്ല, ഈ സിനിമയ്ക്കകത്തുള്ളതാ, ഉള്ളൊരു സംഗതിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിഷമം തോന്നും പല സ്ഥലങ്ങളിലും. ഇപ്പൊ പിന്നെ എളുപ്പമുണ്ട്. പണ്ട് ഫിലിം ഓടുന്ന അറിയാൻ പറ്റും, ക്യാമറ ഓടുന്ന ശബ്ദം കേൾക്കും, അപ്പൊ പറ്റിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പിന്നെ ശബ്ദമൊന്നും ഇല്ലല്ലോ, വെറുതെ വെച്ചേക്കല്ലേ. അപ്പൊ ഇത് എടുക്കുവാണോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. എടുക്കുവാണെന്ന് വിചാരിച്ച് വെറുതെ ചിലരെ അഭിനയിപ്പിക്കും. കാരണം ഒരു ആഗ്രഹം തീർന്നോട്ടെ, കാരണം വെറുതെ നിവർത്തിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിന്റെ ഒരു ചെറിയ പോർഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ട്രിവാൻഡ്രം സ്ലാങ് കുറച്ചായല്ലോ ഉപയോഗിച്ചിട്ട്? ട്രിവാൻഡ്രം സ്ലാങ് ഞാൻ വളരെ അപൂർവമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു വിഷ്ണു. മറ്റേ മധുരേന്ദ്രലേഖയുള്ളത് ട്രിവാൻഡ്രം സ്ലാങ് അല്ലല്ല. അത് എന്ത് സ്ലാങ് അപ്പൊ ശരിക്കും?
അത് ശരിക്കും ട്രിവാൻഡ്രം അല്ല, അത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ തമിഴും മലയാളം മലയാളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓക്കെ സംഗതിയാണ്. ഓക്കെ അതാണ് ഇത് ടിപ്പിക്കൽ ട്രിവാൻഡ്രം. പക്കാ ട്രിവാൻഡ്രം. പക്ക ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കഥയായിട്ടാണ്. ആ, ആ, ആ. ത്രൂ ഔട്ട് ഒരു ട്രിവാൻഡ്രം സ്ലാങ് പടം ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇല്ല ശരിയാ. മിനി ചേച്ചി ചെയ്തിട്ടുണ്ട്, കൽപ്പന ചേച്ചി ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് MLA ആയിട്ട് അല്ലേ ഇതില് എന്നും എപ്പോഴും അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ചിരിച്ചോണ്ടിരിക്കുന്നത്? കൽപ്പന ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ മാം തുടരും എന്നുള്ള സിനിമയിൽ ഒരു സാന്നിധ്യമായിട്ട് കൽപ്പന ചേച്ചി വരുന്നുണ്ട് ഒരു സീനില്. അപ്പൊ ഒരു വളരെ പ്രധാനപ്പെട്ട സീനാണ്, വളരെ ഗൗരവമുള്ള സീനാണ് സിനിമയുടെ അകത്ത്. അപ്പൊ ആ വരുമ്പോ ആളുകൾ മൊത്തം, അതായത് അത്രയും ഭയങ്കര ഒരു കയ്യടിക്ക് നേടുന്ന ഒരു സീനിന്റെ അവിടെയാണ് ഇവരുടെ സാന്നിധ്യം വരുന്നത്. തിയേറ്റർ ഫുൾ സൈലന്റ് ആവുകയാണ്. അതിനുശേഷം ഒരു 3 സെക്കൻഡ് കയ്യടിയുണ്ട്. തുടരും വരുന്നുണ്ടെന്ന് കൽപ്പന ചേച്ചി ഉണ്ടോ അതിനകത്ത്? അത്രയും മുമ്പാണോ ഷൂട്ട് ചെയ്തത്? അല്ലല്ല, ഇത് CG ചെയ്തു? അല്ല ഒരു ഫോട്ടോ ആയിട്ട് പ്രത്യേക സീക്വൻസിൽ വരുന്നുണ്ടായിരിക്കും. ഭയങ്കര വലിയ സംഭവം. കാരണം നമ്മളും എല്ലാവരും അപ്പൊ റിയലൈസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എത്രമാത്രം റെസ്പെക്റ്റോ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം അവരെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്രയൊക്കെയോ നമ്മൾ ഇനി കൊടുക്കേണ്ടിയിരുന്നു എന്ന് തോന്നിപ്പോയി ശരിക്കും. അത് ചേച്ചിക്ക് പടം കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവുന്ന അങ്ങനെ മനസ്സിലാവും. കാരണം അത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണെന്നുള്ളതിന്റെ തെളിവാണ്. കാരണം എത്രയോ പേരെ നമുക്ക് ഇപ്പോഴും അവരെ കാണാം. അവരുടെ ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ ഉള്ള ഒരു ഭാഗ്യമതല്ലേ, അവരെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അവര് വരുന്നത്, അവര് സംസാരിക്കുന്നത്, അവരുടെ മാനേഴ്സും എല്ലാം നമുക്ക് വീണ്ടും. മധു സാറിനോട് പറയായിരുന്നു ഞാൻ വീട്ടിൽ പോയപ്പോ. മധു സാർ പറയണ അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നത് രാത്രി ഇരുന്ന് പണ്ടത്തെ പടങ്ങൾ കാണാന്ന്. അന്ന് ആള് കൂടെ അഭിനയിച്ചപ്പോ നസീർ സാറിന്റെ കൂടെ ആൾ അഭിനയിച്ചിട്ടുണ്ട്, ആലമ്പുഴ അവരുടെ ഒക്കെ കൂടെ അഭിനയിച്ചത് അന്ന് ആൾക്ക് കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോ യൂട്യൂബിൽ കയറിയിട്ട് പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വരും. ഇങ്ങനെ സംഭവം തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമുക്ക് സിനിമയ്ക്ക് മാത്രമേ പറ്റൂ. മാത്രമല്ല ഇന്നത്തെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഈ പഴയ സിനിമകൾ, എൻ്റെ പല സിനിമകളും കണ്ടിട്ട് അത് അതേപടി പറയുക. ഈയിടയ്ക്ക് എന്നോട് ഞാൻ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം ഒരു പയ്യൻ ചോദിച്ചു എന്നോട്. ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴേ, ഇപ്പൊ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു, ആ സീനിൽ ചേച്ചി അങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിച്ചില്ല, ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അയ്യോ ചേച്ചി, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടിട്ട്, ചേച്ചി അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, തലയുടെ മന്ത്രത്തിന്റെ ഏതോ ഒരു സീനില് സംസാരിച്ചിട്ട് ജയറാം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചേച്ചി ഇങ്ങനെ എത്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് എന്ത് വിചാരിച്ചിട്ടാ ചേച്ചി നോക്കിയത്? അതെന്താ അങ്ങനെ നോക്കിയത്? എന്തിനാ? നമുക്കറിയത്തില്ല. പക്ഷെ ഇന്നത് ഒരു വലിയൊരു ഭാഗ്യം. മറ്റേ അരി അടപ്പത്തിട്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയത് എന്താ ചേച്ചി അങ്ങനെ നോക്കിയെന്ന് ചോദിച്ചു. ഇപ്പൊ മുമ്പ് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. ഒരു വലിയ ഭാഗ്യമാ. ഈ ഡയലോഗ് ഇല്ലാതെയും കുറെ സീൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് കുറെ കാര്യങ്ങൾ ഇഷ്ടമാണ്. ഈ ഭരതത്തില് തംസപ്പ് പറയുന്ന സാധനം എത്ര ഇമോഷനാണ്. കാരണം ഒരു കാര്യം മറക്കണം, ഓപ്പോസിറ്റുള്ള ആൾക്ക് ധൈര്യം കൊടുക്കണം, കരയണം, എന്നാൽ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത് അത്ര എളുപ്പമല്ല. അതെന്തോ അങ്ങ് ചെയ്തു പോയതാണ് വിഷ്ണു. അതിന്റെ വാല്യൂ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം അന്ന് ഏകദേശം അത്രയും ക്രൗഡ് ഉണ്ട് ആ വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ.